മാലേഗാവ് സ്ഫോടനം അന്വേഷിച്ച അന്നത്തെ മഹാരാഷ്ട്ര ATS തലവൻ ഹേമന്ത് കർക്കരെ ഈ മുംബൈ ഭീകരാക്രമണ കേസിൽ കൊല്ലപ്പെട്ടത് ദുരൂഹ സാഹചര്യത്തിലാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കവിത കർക്കരെ രംഗത്തെത്തിയിരുന്നു. കവിത കർക്കരെ പിന്നീട് മരിക്കുകയും ചെയ്തു. കവിത കർക്കരെ രംഗത്തെത്തി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഹേമന്ത് കർക്കരയ്ക്ക് മതിയായ സുരക്ഷ നൽകിയില്ല, അദ്ദേഹത്തെ ഭരണകൂടം കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു എന്നാണ് അവർ അന്ന് ആരോപിച്ചത്. ഹേമന്ത് കർക്കരയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. അതായത് ഹേമന്ത് കർക്കരയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്ര ATS മാലേഗാവ് സ്ഫോടന കേസ് അന്വേഷിച്ചതിന്റെ പിന്നിലുള്ള ആളുകൾ അഭിനവ് ഭാരത് എന്ന തീവ്രവാദ സംഘടനയാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വളരെ പെട്ടെന്നാണ് ഹേമന്ത് കർക്കരെ കൊല്ലപ്പെടുന്നത്. ഇതിനുശേഷം NIA കേസന്വേഷണം ഏറ്റെടുക്കുകയും NIA ഈ കേസ് വർഷങ്ങളോളം അന്വേഷിച്ചതിന് ശേഷമാണ് അതിനിടയിൽ പ്രതികൾ പലരും ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. UAPA ചാർത്തപ്പെട്ട ഭീകരാക്രമണ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ജാമ്യം ലഭിക്കുക എന്നുള്ളത് തന്നെ അപൂർവതയാണ്. ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടവർ ഭൂരിഭാഗം സമയവും ജാമ്യത്തിലിറങ്ങി സ്വതന്ത്രരായി വിഹരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് NIAയുടെ പ്രത്യേക കോടതി ഇപ്പോൾ 7 പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് ചെയ്തതിന് തെളിവുകളേ ഇല്ല എന്നാണ് ആരോപണം. അതായത് ശ്രീകാന്ത് പുരോഹിത് ബോംബുണ്ടാക്കിയതിന് തെളിവില്ല, സ്വന്തം പേരിലുള്ള സ്കൂട്ടർ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനം നടത്തിയ പ്രഖ്യാ സിംഗ് ഠാക്കൂറിൻ്റെതാണ് ആ സ്കൂട്ടർ എന്ന് പറയാൻ തെളിവില്ല, അത് മറ്റാളുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് കോടതി കണ്ടെത്തിയത്. അതുകൊണ്ട് പ്രഖ്യാ സിംഗ് ഠാക്കൂർ കുറ്റക്കാരിയാകുന്നില്ല. UAPA ചാർത്താൻ ഈ കേസിൽ വകുപ്പില്ല. അതായത് ബോംബ് പൊട്ടിച്ച 6 പേരെ കൊന്ന ആളുകൾക്കെതിരെ UAPA ചാർത്താൻ ഈ കേസിൽ പറ്റില്ല എന്ന് NIA കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മോട്ടോർ സൈക്കിളിൽ വെച്ച സ്ഫോടക വസ്തു സൈന്യത്തിന്റെ ആമറി ഡിപ്പോയിൽ നിന്ന് കടത്തിയതാണ്, RDX ആണ് കടത്തിയത്, അങ്ങനെ അതിന് തെളിവില്ല. ആ ബോംബ് നിർമ്മിച്ചത് ശ്രീകാന്ത് പുരോഹിതാണ് എന്നതിന് തെളിവില്ല, വിരലടയാളങ്ങളില്ല, ഇവർ ഗൂഢാലോചന നടത്താൻ വേണ്ടി യോഗം ചേർന്നതിന് തെളിവില്ല, തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അന്വേഷണ ഏജൻസി ഈ കേസ് തെളിയിക്കുന്ന ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല എന്നാണ് കോടതി ഈ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. മൊത്തം കേസിൽ 7 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കേസിൽ 7 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിനവ് ഭാരത് എന്ന തീവ്രവാദ സംഘടനയുടെ നേതാവായിരുന്ന പ്രഖ്യാ സിംഗ് ഠാക്കൂറിനെ BJP അംഗത്വം നൽകി മധ്യപ്രദേശിലെ ഭോപ്പാൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ച് ലോക്സഭ MP ആക്കിയിരുന്നു. അപ്പോൾ മാലേഗാവ് സ്ഫോടന കേസിനോടുള്ള BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അതിലൂടെ വ്യക്തമായിരുന്നു. ആ നിലപാട് വളരെ ശ്രദ്ധേയമാവുന്നതാണ് ഇന്ന് 2025